ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എബോട്ട് ഫിലിം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് 2002 ഇറങ്ങിയ ബാംബു ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചാണ്. അങ്ങനെ മലയാളത്തിൽ കണ്ടുപരിചയമില്ലാത്തൊരു കഥാപശ്ചാത്തലമാണ് ഈ സിനിമയുടേത്. അതായത് സാധാരണ ആൾക്കാർ ജീവിക്കുന്ന സ്ഥലങ്ങളുമായി യാതൊരുവിധ ബന്ധവുമില്ലാതെ കാടിനുള്ളിൽ മാത്രം ജീവിക്കുന്ന കാട്ടുവാസികളായ മനുഷ്യർ നാട്ടിലേക്ക് വരുന്നു. അവരുടെ കാട്ടുമൂപ്പൻ്റെ ഭാര്യയ്ക്ക് വയ്യാണ്ടായിട്ട് അവരെ ചികിത്സിക്കാൻ ഒരു ഡോക്ടറെ തേടിയിട്ട് അങ്ങനെ വരുന്നൊരു നാൽവർ സംഘത്തിൻ്റെ കഥയാണിത്. അവർ നാട്ടിലേക്ക് വരുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ഭയം എന്താ വെച്ചാൽ നാട്ടിലുള്ളവരെ കൊല്ലുകയോ ഉപദ്രവിക്കുകയോ എന്നൊക്കെയാണ്. കയ്യിൽ അമ്പും വില്ലും മേലാസകലും പുലിത്തോലും ഒക്കെ ആയിട്ടാണ് അവരുടെ വരവ്. കാണുമ്പോൾ തന്നെ വേഷപ്രസന്നരായവരെ കാണുമ്പോൾ തന്നെ ആൾക്കാർക്കൊക്കെ പേടിയാണ്. അപ്പോൾ അവർ സംസാരമാണെങ്കിലും ശരി, അവരുടെ നടത്താണെങ്കിലും ശരി, കാട്ടിലാണെങ്കിലും ശരി, ആർക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവരങ്ങനെയുള്ളൊരു ജീവിതമാണ് ജീവിച്ചിരുന്നത്. അങ്ങനെയുള്ളവർ നാട്ടിൽ വരുമ്പോൾ എന്തായിരിക്കും? അപ്പോൾ അതിനിടയിൽ ഈ നാട്ടിലൊരു ടെററിസ്റ്റ് ടീമും ഒരു ഭാഗത്തുനിന്നൊരു കുറേ രഹസ്യ വിവരങ്ങൾ ചോർത്താൻ ശ്രമിക്കുന്നതും അതറിയാതെ ഇവരുടെ കയ്യിലുള്ള ഒരു മുളവടിയുടെ ഉള്ളിൽ പോയി കുടുങ്ങുന്നതും ആ മുളവടി അവർക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നതും കൂടെ പോലീസുകാർ അവരെ പിന്തുടരുന്നതൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം. അങ്ങേയറ്റം കോമഡി രംഗങ്ങൾ നിറഞ്ഞ ഈ സിനിമ ഇപ്പോൾ കാണുമ്പോഴും നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പണ്ടൊക്കെ ആണെങ്കിലും ബേബീസ് ഡേ ഔട്ട് അതുപോലുള്ളൊക്കെ സിനിമകൾ, അതായത് ലോജിക്കൊന്നും നോക്കരുത്, ഓൺലി കോമഡി, അത്ര മാത്രമേ ഈ സിനിമയിൽ ഉണ്ടാവുള്ളൂ. നമുക്കിതിൻ്റെ സ്റ്റോറി എന്താണ് ഇങ്ങനെയെന്നൊന്നും ചിന്തിച്ചിരിക്കാനുള്ള സമയം അവർ തരില്ല. കുറേ കോമഡികളുണ്ടാവും, അതിങ്ങനെ കണ്ടിരിക്കുക. ഉച്ചയ്ക്കൊക്കെ ചോറിൻ്റെ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ കാണാൻ പറ്റിയ പടം അതൊക്കെ. അതുപോലെ തന്നെ നല്ല രസമുള്ള കുറേ പാട്ടുകളുണ്ട് കേട്ടോ ഈ സിനിമയിൽ. നമ്മളെ കലാമണി പാടിയ 2 പാട്ടായിട്ട് ഈ പടത്തിലുണ്ട്. 2 അടിപൊളി പാട്ടുകളാണ്. പിന്നെ ഇതിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്ന കലാമണി, കൊച്ചിനുണ്ണി, ഫാരിശ്രീ അശോകൻ, സലീം കുമാർ, ജഗതി ശ്രീകുമാർ, മാമുക്കോയ, ജനാർദ്ദനൻ, അങ്ങനെ ഒരുപാട് പേര് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ജഗതി ചേട്ടനൊക്കെ ഒരു ലോഡ് കോമഡി സിനിമയിലുണ്ട് കേട്ടോ. പുള്ളിക്കാർ പോലീസ് ഓഫീസറുടെ വേഷമാണ്, സീരിയൽ ആക്ട്രസ് ആയിട്ട്. അതൊക്കെ വെച്ച് പിന്നെ ഒരുപാട് പ്രശ്നത്തിൽ പെടുന്നത് ഈ കേസ് തെളിയിക്കാൻ വേണ്ടി വേഷം മാറി ഇവരുടെ കൂടെ കൂടുന്നതൊക്കെയാണ്. നല്ല രസമാണ് ഈ സിനിമ. ഒരുപാട് തമാശ രംഗങ്ങൾ നിറഞ്ഞ ഈ സിനിമ ഇപ്പോഴും കണ്ടിരിക്കാൻ വളരെ എൻ്റർടൈൻമെൻ്റ് ആണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടതിൻ്റെ അഭിപ്രായം നമ്മൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കണ്ടവരാണെങ്കിൽ എല്ലാവരും നമ്മൾ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. എത്ര കണ്ടിട്ടുണ്ട്, ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്നും പറയണം. കാരണം എന്താ വെച്ചാൽ ഈ സിനിമയൊക്കെ 19 കിഡ്സിൻ്റെ ഒരു നൊസ്റ്റാൾജി ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള സിനിമകളൊന്നും ഇപ്പോൾ കാണാൻ കിട്ടുന്നില്ല. പ്രത്യേകിച്ച് എന്താ കാരണം എന്ന് വെച്ചാൽ ഇതുപോലുള്ള അഭിനേതാക്കളില്ല. ഇനി ഇതുപോലുള്ള സിനിമകളുടെ സജഷനുമായി ഞാൻ വീണ്ടും വരും. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട്